ഹീൽ യുവർ സെൽഫ്, ലവ് യുവർ ലൈഫ്, ഡേ 5. ഇന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം വളർത്തുന്നതിനെ കുറിച്ചാണ്. ഈ സെൽഫ് എസ്റ്റീമും ഈഗോയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നന്ദിയോടുകൂടി തന്നെ നമ്മളെ കാണുകയും ചെയ്യുന്നത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും അത്ഭുതമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ 4 ദിവസമായിട്ട് മിറർ വർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തിയെ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്കിപ്പോൾ സ്നേഹം തോന്നാറുണ്ടോ? നിങ്ങളിൽ ആ ഒരു വിശ്വാസം തോന്നി തുടങ്ങിയോ? കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടാകാൻ തുടങ്ങിയോ? അപ്പോൾ നമുക്ക് നമ്മളിൽ എന്ത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഒരു അത്ഭുത ചികിത്സ എന്ന് പറയുന്നത് ഈ സ്നേഹം തന്നെയാണ്. നമ്മളിലുള്ള ഏത് കാര്യങ്ങളെയും ഹീല് ചെയ്യാനുള്ള അത്ഭുതമുള്ള മരുന്നാണ് സ്നേഹം. സ്വയം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വയം സ്നേഹിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആഴത്തിലുള്ള അഭിനന്ദനമാകണം. ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭൂതിയാകണം. നമ്മളെ തന്നെ വിമർശിക്കാതിരിക്കുക, ശകാരിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി സ്വയം നീറാൻ സമ്മതിക്കാതിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സ്നേഹിക്കപ്പെടാത്തവരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനുള്ള അർഹതയില്ല എന്ന് നമുക്ക് തോന്നാറുണ്ടോ? പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ബന്ധങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ടോ? സമ്മർദ്ദപൂരിതമായ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ വിഷമിപ്പിക്കാറുണ്ടോ? നമ്മുടെ നന്മകളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിഷേധിക്കുകയാണെങ്കിൽ അത് സ്വയം സ്നേഹിക്കാതിരിക്കുന്നൊരു പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണം നമ്മൾ നമ്മളുടെ ശരീരത്തിനെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അത് മനസ്സിലാക്കണം. ശരീരത്തോട് സ്നേഹത്തോടെ പറയണം, എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഓരോ അവയവങ്ങളെയും പൂർണ്ണമായും ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഹൃദയത്തിൽ ഏറ്റു പറയുക. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഓരോ അവയവങ്ങളെയും പൂർണ്ണമായും ഞാൻ സ്നേഹിക്കുന്നു എന്ന്. നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടത് അവർ ചോദിക്കും. അവരുടെ വികാരങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കും. കരയണമെന്ന് തോന്നുമ്പോൾ കരയും, ചിരിക്കണമെന്ന് തോന്നുമ്പോൾ ചിരിക്കും. അങ്ങനെ അവർ സ്നേഹത്താൽ നിറഞ്ഞ് സ്വയം സ്നേഹിച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും. പക്ഷേ വളർന്നു വരുമ്പോഴോ പലതും നമ്മൾ ഒതുക്കും, നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രകടിപ്പിക്കും. അങ്ങനെയൊക്കെ പല രീതിയിലാണല്ലേ മുതിരുമ്പോൾ ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മഹത്വത്തെ നിഷേധിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ പറഞ്ഞു തരുന്ന വിശ്വാസങ്ങൾ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെയുള്ള ആ ഒരു മനസ്സിനെയാണ് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യേണ്ടത്. സ്വയം അഫേം ചെയ്യുക, ഞാൻ മതിയായവനാണ്, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. അങ്ങനെ സ്വയം പറയാൻ കഴിയണം. ഇന്നത്തെ മിറർ വർക്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കണ്ണുകളിലേക്ക് നോക്കി വളരെയധികം സ്നേഹത്തോടെ നമ്മളോട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഐ ലവ് മൈസെൽഫ്, ഐ അപ്രൂവ് മൈസെൽഫ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്വയം അപ്രൂവ് ചെയ്യുക എന്നുള്ളത്. സ്വയം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും സ്വയം ശ്രദ്ധിക്കുകയും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടാത്ത പല സ്വഭാവങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയും. ജേർണൽ ഇതാണ്: സ്വയം വിമർശിക്കാറുണ്ടോ? നമ്മൾ സ്വയം സ്നേഹിക്കാത്ത അവസരങ്ങൾ ഉണ്ടാകാറുണ്ടോ? സ്വയം താഴ്ത്തി സംസാരിക്കാറുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊന്ന് നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് കരുതുന്ന ചില നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ, നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ, അതെന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉദാഹരണമായിട്ട് ചിലർ പറയാറില്ലേ, രൂപത്തിനെ കളിയാക്കും. വണ്ണമാണ്, കറുത്താണ്, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടാണ്, പൊക്കമാണ് എന്നൊക്കെ പറയില്ലേ. അവർ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ എന്താക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് കാണാൻ ഒട്ടും കൊള്ളില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം പറയണം, അവർക്ക് കാണാൻ കൊള്ളില്ലെങ്കിലും ഞാൻ സുന്ദരിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് മറ്റുള്ളവർ പറയുന്നുവെങ്കിൽ നിങ്ങൾ പരാജയമാണ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പറയണം, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ വിജയിയാണ്, എൻ്റെ ജീവിതത്തെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ആ ജേർണലിൽ എഴുതി വെക്കുക. അങ്ങനെ നമ്മൾക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും ചിന്തിച്ച് നമ്മളുടെ മനസ്സിൽ നിന്നും അതെടുത്ത് ജേർണൽ ചെയ്ത്
അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷനാക്കി മാറ്റുക. എന്നിട്ട് ആ അഫർമേഷൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമാക്കി മാറ്റുക. ഈ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും നമ്മളുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും രൂപപ്പെടുന്നത്. സ്വയം സ്നേഹിക്കുകയും സ്വയം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നാളെ പുതിയൊരു ആശയവും പരിശീലനവുമായി നമുക്ക് കാണാം. താങ്ക് യു.